ഹായ് ഫ്രണ്ട്സ്, ഷിൻഡാസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് കാണാൻ ഞാൻ ചക്കയുടെ തന്നെ വിഭവങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് പാടത്തോരനും ഒന്ന് ഇടിച്ചക്കത്തോരനും. കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഇല്ലാത്തവരൊന്ന് കണ്ടു നോക്കണം. അതുപോലെ തന്നെ ഇന്നും ചക്കയുടെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക അലുവ ആണ്. ഇപ്പം എല്ലായിടത്തും ചക്ക ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ എനിക്ക് കിട്ടിയേക്കുന്ന കൂഴച്ചക്കയാണ്. അത് ഞാൻ മിക്സിക്കകത്തൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കുരുവും കളഞ്ഞ് നമ്മൾ വൃത്തിയാക്കിയിട്ട് മിക്സിക്കകത്ത് അടിച്ചെടുത്തേക്കുന്നതാണിത്. പിന്നെ വേണ്ടത് ശർക്കരപ്പാനിയാണ്. അത് ആദ്യം ഒന്ന് ശർക്കര പൊടിച്ചിട്ട് വെള്ളത്തിൽ ഇട്ടൊന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഈ ശർക്കര ഒന്ന് അലിയും. അത് കഴിഞ്ഞൊന്ന് അരിച്ചെടുക്കണം, അതിനകത്ത് മണ്ണൊക്കെ ഒന്ന് പോകാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി വെച്ച് ശർക്കര പാനിയാക്കി എടുക്കണം. അതാണ് പിന്നെ ഉള്ളത്. പിന്നെ വേണ്ടത് ഏലക്കായും ജീരകവുമാണ്. അത് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിക്കണ്ട, ചതച്ചെടുത്താൽ മതി. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അരിപ്പൊടി ഒന്ന് വെള്ളത്തിൽ ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ, ഒത്തിരി കുറുകണ്ട, ഈ ഒരു പരുവത്തിൽ എടുക്കുക. പൊടിയായിട്ട് ഇടുമ്പം എല്ലായിടത്തും പിടിക്കാൻ താമസമാണ്. വെള്ളം നീട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒന്ന് മിക്സായി പിടിക്കും. അകത്ത് സൗകര്യക്കുറവായതുകൊണ്ട് വെളി വെച്ചാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം അടുപ്പൊക്കെ കൂട്ടി ഉരുളിയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചക്ക ഇട്ട് കൊടുക്കാൻ പോവാണ്. ശർക്കരപ്പാനി കൂടി ഒഴിച്ചു കൊടുക്കാം. അനുസരിച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അരിപ്പൊടി കലക്കി വെച്ചത് നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഇത് കുറുകി വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ജീരകവും ഏലക്കായും പൊടിച്ചു വെച്ചത് അതുകൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ അലുവ ഏകദേശം ആറായിട്ടുണ്ട്. കുറുകി വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെ അടിക്ക് പിടിക്കും. ഇത് നല്ലതായിട്ട് ഇപ്പം കുറുകിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് മുന്തിരി ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. കടല വറുത്തതുണ്ട്, അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കശുവണ്ടി വറുത്തിട്ടുണ്ട്, നമുക്ക് അതുകൂടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം ഇതിലേക്ക്.
വീഴുന്നില്ല. ഈ ഒരു പരുവാകുമ്പോൾ ചക്കരുവ ആയെന്നാണ് എൻ്റെ അർത്ഥം. നല്ലതായിട്ട് കുറിയിട്ടുണ്ട്, എടുത്താൽ താഴോട്ട് വീഴത്തില്ലാത്ത രീതിയിലായിട്ടുണ്ട്. ചക്കരുവ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ചക്കര ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലായിടത്തും ചക്കയുടെ സമയമാണിപ്പം. ഇപ്പം പിള്ളേരെല്ലാം വീട്ടിൽ ഇരിക്കുന്ന സമയവും അവർക്കെല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാ പിള്ളേർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. പിള്ളേർക്കും നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ചക്ക അലുവ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ ആ സബ്സ്ക്രൈബിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ബെൽ ബട്ടൺ കാണാം, അതിൽ അമർത്തുവാന്നുണ്ട്. ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അടുത്ത ഐറ്റവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.